എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവും സന്മാർഗവും മനസ്സിലാക്കുവാനും നന്മതിന്മകൾ തിരിച്ചറിയുവാനുമുള്ള പാണ്ഡിത്യം ഒരാൾക്ക് ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ്, മഹാസൗഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാനും വിജ്ഞാനം കരസ്ഥമാക്കുവാനും സാധിച്ച മനുഷ്യൻ മഹാസൗഭാഗ്യവാൻ തന്നെ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ഭൗതിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും മോഹിച്ച് അസത്യത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും തിന്മയുടെയും ഭാഗത്തേക്ക് വഴുതിപ്പോകുന്നവൻ നിർഭാഗ്യവാൻ തന്നെയാണ്. ധാരാളം വിജ്ഞാനങ്ങൾ നൽകപ്പെട്ട ഒരു പണ്ഡിതൻ, ഈ പണ്ഡിതൻ ആരായിരുന്നു എന്നത് തിട്ടമായി പറയാവുന്ന രേഖകളില്ല. നീചമായ ഒരവസ്ഥയിലേക്കോ അദ്ദേഹം പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അയാളെപ്പറ്റി പറയുന്ന നീചമായ ഒരു ഉപമയാണ് സൂറത്ത് അഅറാഫ് 175 മുതൽ 177 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മെ കേൾപ്പിക്കുന്നത്. ആയത്തുകൾ ഇങ്ങനെയാണ്: വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി ഫത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ് ذلك مثل القوم الذين كذبوا بآياتنا وقصص القصص لعلهم يتفكرون ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാചി പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാവുകയും ചെയ്ത ഒരുവന്റെ വൃത്താന്തം നീ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ അഥവാ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേന തിരിയുകയും അവന്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. അപ്പോൾ അവന്റെ ഉപമ ഒരു ശ്വാനന്റേതുപോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിയ ആളുകളുടെ ഉപമ. ആയതിനാൽ അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കൂ, അവർ ചിന്തിച്ചെന്ന് വരാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുടെ ഉപമ വളരെ ചീത്ത തന്നെയാണ്. കിതക്കുന്ന ശ്വാനൻ അഥവാ നാവ് തൂക്കിയിടുന്ന നായയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കേറെ സുപരിചിതമായ ഈ ജീവി അതിനെ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും അത് കിതച്ച് നാവ് തൂക്കിയിടും. അത് അതിന്റെ സ്വഭാവമാണ്. ഇതുപോലെ തന്നെയാണ് വിജ്ഞാനം നൽകപ്പെട്ട ശേഷം അതിൽ നിന്ന് ഊരിയൊഴിഞ്ഞ് തനിക്കൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്ത പോലെ അധർമ്മത്തിലേക്ക് ആപതിച്ച പണ്ഡിതനും. നീചവും വെറുപ്പ് തോന്നിക്കുന്നതുമായ വിധം നായയോട് ഉപമിക്കാൻ മാത്രം പണ്ഡിതൻ തരം താഴുന്നു എന്ന സൂചന നൽകുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. ഇത്തരം പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, അവൻ ഏതോ ഒരു ജന്തു തന്നെയാണ്. ആ ജന്തുവിന് യോജിച്ച ഉപമ നായ തന്നെ. നഊദു ബില്ലാഹ്. അള്ളാഹുവിന് അത്തരക്കാരോടുള്ള അറപ്പും വെറുപ്പും വ്യക്തമാക്കുക കൂടിയാണ് ഈ ഉപമാ പ്രയോഗത്തിലൂടെ ചെയ്യുന്നത്. ബുദ്ധിമുട്ടിച്ചാലും ഇല്ലെങ്കിലും ഓടുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ പോലും നാവ് തൂക്കിയിട്ട് കിതക്കുന്ന നായകൾക്ക് അവയുടെ തീറ്റയിലും വികാരശമനത്തിലും മാത്രമേ ശ്രദ്ധയുണ്ടായിരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഉപമിക്കപ്പെട്ട ഇത്തരം പണ്ഡിതന്മാരും. തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾ കഴിഞ്ഞ് ഒന്നും അവർക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ അവർക്ക് പ്രശ്നമല്ല. അവരുടെ ദുശ്ചെയ്തികളെപ്പറ്റി ആരെങ്കിലും അവരെ ഉപദേശിച്ചാൽ അത് കേൾക്കാൻ വരെ അത്തരക്കാർക്ക് സമയം കാണില്ല. സത്യനിഷ്ഠയോ നീതിബോധമോ പരലോക ചിന്തയോ അന്യമായ ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും സുരക്ഷിതരാക്കി ദീനിൽ അടിയുറച്ച് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.